മോർണിംഗ്. പൊതുവെ ഞാൻ വോയിസ് ഓവറിൽ നിങ്ങൾ കണ്ട് കാണാൻ സാധ്യത, കാരണം വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് നല്ല മടിയുള്ളതാണ്. അല്ലാതെ വീഡിയോസ് ഒക്കെ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ ഒരു കോതി എന്നെ മനസ്സിൽ കിടപ്പുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്കഞ്ഞി കുടിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ രാവിലെ പഴങ്കഞ്ഞി സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കിപ്പ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കിപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു പഴങ്കഞ്ഞി സെറ്റ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്രൈ ഉണ്ടാക്കുമല്ലോ, ഫിഷ് ഫ്രൈ ഈസ് എ മസ്റ്റ് ഐറ്റം ഫോർ പഴങ്കഞ്ഞി എന്നാണല്ലോ എനിക്കറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഫിഷ് ഫ്രൈ നമുക്ക് തട്ടിക്കൂട്ടാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സ്ട്രാ ഒരു മസാല കൂടി എൻ്റെ രീതിയിൽ ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ നമുക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ച് വെച്ചേക്കുന്നു. വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കാം. അപ്പം ലെറ്റ്സ് ഗോ ഫോർ മേക്കിംഗ് ഫിഷ് ഫ്രൈ. സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്യണം ഫിഷിലേക്ക്. പറയാൻ മറന്നുപോയി ഗൈസ്, നമുക്ക് ഫിഷിനോടൊപ്പം കുറച്ച് ഫിഷിന്റെ മുട്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപ്പ് കൊടുക്കാം. ഈ കുറച്ച് മുളക് കൊടുക്കാം, കുറച്ച് ഇനി എൻ്റെ സ്പെഷ്യൽ മസാല കൂടി നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഗൈസ്, നമുക്ക് ഇതിലൊരു അരമുറി നാരങ്ങ സ്ക്വീസ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് നല്ല സെറ്റായി മരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ മീൻ വറുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഗൈസ്, നമുക്ക് ഇതിലോട്ട് ഫിഷ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. പഴങ്കഞ്ഞി ആദ്യമേ ഞാൻ പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ ഉള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ച് തട്ടിക്കൂട്ടി ഞാൻ ഒരു പഴങ്കഞ്ഞി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണിച്ചിടാം. ഹലോ ഗായ്സ്, ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചേക്കുവാണ്. എനിക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ചേക്കുവാണ്. ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചോറുണ്ട്, പിന്നെ കുറച്ച് കപ്പയുണ്ട്, പിന്നെ കുറച്ച് ചീരയുണ്ട്, പിന്നെ മീൻ കറി. നമ്മുടെ പഴങ്കഞ്ഞിയുടെ മെയിൻ സാധനം മീൻ കറിയുണ്ട്, പിന്നെ നമ്മുടെ പുളിമുളകുണ്ട്, പിന്നെ മുളകുണ്ട്, നമ്മുടെ എരിയുള്ള മുളക് അതാണ് കേട്ടത്. ആ മുളകുണ്ട്, പിന്നെ നമ്മുടെ മുളക് കറിയുണ്ട്. ഇത്രയും സാധനം ഉണ്ടാക്കി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഫിഷ് ഫ്രൈ കൂടി ആയിട്ട് വേണം എനിക്കിത് കഴിക്കാനായിട്ട്. ഞാൻ കട്ട വെച്ചിട്ടാണ്, കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് നല്ല വിശപ്പുണ്ട്, ഓൾമോസ്റ്റ് നല്ല വിശപ്പുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടോടെ എനിക്ക് കഴിക്കാനായിട്ട് നോക്കി നമ്മുടെ ഫിഷ് നല്ല ഒഴിഞ്ഞ് വരുന്നുണ്ട്. റെഡിയായിട്ട് വേണം നമുക്ക് ഇവിടെ പഴങ്കഞ്ഞി വെച്ചിട്ട് കുടിക്കാം. ഫിഷ് മറിച്ചിട്ടുള്ള സമയത്ത് ഞാൻ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് മറിച്ചിടാറ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അപ്പോൾ പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് ഈ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൊണ്ണു ഉടനെ തിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതൊന്നും പറയാൻ വേണ്ടി ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഞാനൊക്കെ മറിച്ചിടുന്നത്. ഫിഷ് ഫ്രൈ അങ്ങനെ റെഡിയായി കഴിച്ചുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാമേ. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് പഴങ്കഞ്ഞിയും കൂട്ടി കഴിക്കാം. ഈ ഫിഷ് ഫ്രൈ ഫുൾ എനിക്കല്ല ഗൈസ്, ഒരെണ്ണം ഞാൻ കഴിക്കും, ബാക്കിയൊക്കെ ബാക്കിയുള്ള കൊടുക്കും. അത് കാര്യം ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ ഈ ഫിഷ് ഫ്രൈ ഫുള്ള് കഴിക്കാൻ പോകണമെന്ന്. അല്ല ഗൈസ്, ഞാൻ ഒരു പീസ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഫിഷ് ഫ്രൈ കൂടെ ആയപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡിയായി. ഇനി എനിക്ക് ഒരേ ഒരു ജോലി കൊടുത്ത് കുടിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്, എനിക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ റെഡി. ഫിഷ് ഫ്രൈ ഞാൻ മുന്നേ ടേസ്റ്റ് ചെയ്തിട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, ഒരു ആവറേജ് സാധനം എന്നൊന്നും പറയുന്നത്, ആവറേജ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ. മസാല ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായി. പെപ്പറും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഞാൻ അതിനൊരു എക്സ്ട്രാ ചേർത്തിട്ട് സാധാരണ നമ്മുടെ ഫ്രൈനൊക്കെ പോലെ ഉള്ളി അങ്ങനെ ഇട്ട് അരച്ചെടുക്കാറില്ല. അപ്പോൾ അത് ഞാനൊരു വ്യത്യസ്തമായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രഷ് മസാല എന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഹൈപ്പ് ഉപയോഗിക്കും, ഞാൻ പൊക്കുകയാണ് അതല്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നോക്കിയതിന് ശേഷം ഫിഷ് ഫ്രൈ കൊള്ളാമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഇതുപോലുള്ള വോയിസ് ഓവറുകൾ വളരെ വളരെ വിരളമായിരിക്കും എൻ്റെ പേജിലേക്ക്. എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കാണുക, ഫുള്ള് കാണുക, പഠിക്കാതിരുന്ന് കാണുക. അപ്പം ഇന്നത്തെ പോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസുകളുമായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.